ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഷെബ്സ് കോർണറിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കാരമൽ പുഡിംഗ് ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു പുഡിംഗാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു നോൺ സ്റ്റിക്ക് പാനിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഓവൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി വെക്കാം. ഇനി ഒരു പാനിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ബോയിൽ ചെയ്യാൻ വെക്കണം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് 5 മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യണ ആവശ്യമൊന്നുമില്ല. ഇതൊരു സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാല് കുറേശ്ശെ ചേർത്ത് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ കൂട്ട് ഒരു അരിപ്പന്തി യൂസ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ളത് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ആ ട്രേയിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരു 30-35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. 35 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് എടുത്ത് നോക്കിയിട്ട് അത് സെറ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഇത് പല മെത്തേഡിലും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.